പ്രിയമുള്ള ഏറെ സ്നേഹധനരായ ഭക്തജനങ്ങളെ, ചരിത്രമുറങ്ങുന്ന പൗരാണികത്വം തുളുമ്പുന്ന അപാരമായ അനുഗ്രഹ കലകൾ കൊണ്ട് ചൈതന്യധന്യമായ ദക്ഷിണ കാശി എന്ന് എല്ലാ അർത്ഥത്തിലും അറിയപ്പെടുന്ന വർക്കലയിലെ വളരെ മനോഹരമായ ഭൂപ്രകൃതി കൊണ്ടും സംസ്കാര സമ്പന്നത കൊണ്ടും ചരിത്രപരമായ ഒട്ടേറെ സവിശേഷതകൾ കൊണ്ടും അനുഗ്രഹീതമായ നാടാണ് ഈ കരുനിലക്കോട്. ഈ കരുനിലക്കോടിൽ പുതിയ പുതിയ അനുഭവങ്ങൾ പകർന്നു നൽകുന്ന ഒരു പൂങ്കാവനം പോലെ നമ്മുടെ മനസ്സിൽ അസ്വസ്ഥതകളില്ലാത്ത, നമ്മുടെ മനസ്സിൽ അപാരമായ ഭക്തിയ സ്നേഹത്തെ പ്രദാനം ചെയ്യുന്ന, പുണ്യസംവർദ്ധനകരമായ അനുഭവങ്ങളെ പ്രദാനം ചെയ്യുന്ന ദേവിയാണ് പേരുപോലെ പുത്തൻ പൂങ്കാവിലമ്മ. വർക്കല എന്ന ദേശത്തിന്റെ ചരിത്രപരമായ പ്രത്യേകതകളെ കുറിച്ചും പൗരാണികപരമായ പ്രത്യേകതകളെ കുറിച്ചും ഒക്കെ നിങ്ങൾക്കറിയാം. ബ്രഹ്മദേവന്റെ മടിത്തട്ടിൽ നിന്ന് ആവിർഭവിച്ച മകനാണ് നാരദൻ. ഒരർത്ഥത്തിൽ ബ്രഹ്മാവിന്റെ മാനസപുത്രൻ. ഒരു കാലഘട്ടത്തിൽ അദ്ദേഹം ഭഗവാനെ പാടി സ്തുതിക്കാനായി ജനിച്ച ഗന്ധർവ വംശത്തിലായിരുന്നു ജനിച്ചത്. ഗന്ധർവന്മാരുടെ ധർമ്മം അവർക്ക് വരദാനമായി ലഭ്യമായ സ്വരസിദ്ധി കൊണ്ട്, ആലാപന ചാരുത കൊണ്ട് ഭഗവാനെ പാടി സ്തുതിക്കുക എന്നുള്ളതാണ് ഗന്ധർവ ധർമ്മം. ആ ഗന്ധർവധർമ്മം ശരിയായ വിധത്തിൽ പുലർത്താൻ സാധിക്കാതെ പോയതുകൊണ്ട്, സ്വയം അഹങ്കരിക്കപ്പെട്ടു പോയതുകൊണ്ട് ഗന്ധർവ ജന്മത്തിൽ ഒരു ദാസീപുത്രനായി മാറേണ്ടി വന്നു നാരദൻ. ദാസീപുത്രനായി ജനിച്ച അദ്ദേഹം അമ്മ ജോലിക്ക് നിന്ന വീട്ടിൽ നിന്ന് അമ്മ വൈകുന്നേരം വരുന്നതുവരെ കാത്തിരുന്ന് നല്ലതുണ്ടാകണേ, എന്റെ അമ്മയ്ക്കൊന്നും വരുത്തരുതേ എന്ന് ചിന്തിക്കേണ്ടുന്ന അവഗണനയും വേദനയും നിറഞ്ഞ ബാല്യ കൗമാരങ്ങളെ അനുഭവിക്കേണ്ടി വന്നു. അമ്മ ജോലിക്ക് നിന്ന വീട്ടില് മഴക്കാലഘട്ടത്തിൽ ആചരിക്കപ്പെടുന്ന വ്രതാചരണം, അനുഷ്ഠാനം, അതിന്റെ ഭാഗമായി ചാതുർമാസ്യം ആചരിക്കുന്നതിന് വേണ്ടി കുറച്ച് ഋഷിമാർ വന്നു, സന്യാസിമാർ വന്നു. ആ സന്യാസിമാരെ ശുശ്രൂഷിക്കുവാനുള്ള ഒരു വലിയ നിയോഗം ഈ ദാസീപുത്രന് ലഭിച്ചു. സന്യാസിമാർ മഴക്കാലഘട്ടം കഴിഞ്ഞ് മടങ്ങുന്നത് വരെ ഇദ്ദേഹം അവർക്ക് വേണ്ടുന്നതായ പൂവെറുത്തു കൊടുത്തും ജലം ശേഖരിച്ചു കൊണ്ടുവന്ന് കൊടുത്തും അവരുടെ പൂജാ സാധനങ്ങൾ കൃത്യമായി എടുത്തു വെച്ചു കൊടുത്തും നിലം തുടച്ചു കൊടുത്തും ഭക്ഷണം വിളമ്പിക്കൊടുത്തും കുടിവെള്ളം കൊടുത്തും ഒക്കെ അവരെ ശുശ്രൂഷിച്ചിരുന്നു. അതുകൊണ്ട് അവരുടെ മനസ്സ് വല്ലാതെ തെളിയുകയും, പോകാൻ നേരത്ത് അവര് പറഞ്ഞു, നിനക്ക് ഉത്കൃഷ്ടമായ ഒരു ജന്മം ഉണ്ടാവും, അതിന് നീ ഭഗവത് ഉപാസന നടത്തുക എന്ന് പറഞ്ഞ് അനുഗ്രഹിക്കുകയുണ്ടായി. ആ അനുഗ്രഹ സാഫല്യം എന്ന വണ്ണം ആ സന്യാസിമാർ ചാതുർമാസ്യം ആചരിച്ച് കഴിഞ്ഞു പോയപ്പോൾ ഇദ്ദേഹം ഭഗവാനെ ഉപാസിച്ചു. വിവിധ തരത്തിലാണല്ലോ ഭഗവത് ഉപാസന നടത്തുക, ഭക്തിയോടെ. ആ ഭക്തിക്ക് തന്നെ 9 പടവുകളുണ്ട്. ശ്രവണം, കീർത്തനം, വിഷ്ണു സ്മരണം, പാദസേവനം, അർച്ചനം, വന്ദനം, ദാസ്യം, സഖ്യം, ആത്മനിവേദനം. ഇങ്ങനെ ഭക്തിക്ക് 9 പടവുകളുണ്ട് എന്ന് ശ്രീമദ് ഭാഗവതത്തിൽ തന്നെ നാരദനും പ്രഹ്ലാദനും കപിലനും ഒക്കെ പറയുന്നുണ്ട്.
ആ ഭക്തിയുടെ പടവുകളിൽ എല്ലാം മറന്ന് ഭഗവാനെ ധ്യാനിക്കുന്നതിലായിരുന്നു ഇദ്ദേഹത്തിന് താല്പര്യം. സന്യാസിമാര് ഇദ്ദേഹത്തിനോട് പറഞ്ഞിരുന്നു, അല്ലെങ്കിൽ സന്യാസിമാർ തമ്മിൽ പറയുന്നത് അദ്ദേഹം കേട്ടിരുന്നു. എല്ലാം മറന്ന് കാനനാന്തരത്തിൽ ചെന്നിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് ഏകാഗ്രത ലഭിക്കുമെന്നും ആ ഏകാഗ്രതയിൽ നാം എല്ലാം മറക്കുമെന്നും ഏറ്റവും ഒടുവിൽ നമ്മുടെ ഭക്തിയുടെ നിഷ്കളങ്കത കണ്ട്, ഹൃദയ നൈർമല്യം കണ്ട് ഭഗവാൻ അവതാരം ചെയ്യും എന്ന് പറഞ്ഞാൽ ഭഗവാൻ നമ്മുടെ മുന്നിലേക്ക് ഓടിയെത്തുമെന്നും സന്യാസിമാർ പറഞ്ഞ് ഇദ്ദേഹം കേട്ടിരുന്നു. അങ്ങനെയാണ് എല്ലാം മറന്ന് ഭഗവാനെ പ്രാർത്ഥിക്കുവാൻ വേണ്ടി വീട്ടിൽ നിന്ന് ഇറങ്ങി പോകാൻ ഒരുങ്ങുമ്പോൾ തനിക്ക് തന്റെ അമ്മ ഭഗവാനെ പ്രാർത്ഥിക്കുന്നതിനൊരു തടസ്സമാണ് എന്ന് തോന്നി. കാരണം അമ്മയ്ക്ക് താനേ ഉള്ളൂ, തനിക്ക് ഈ ലോകത്ത് സ്വന്തം എന്ന് പറയാൻ അമ്മ മാത്രമേ ഉള്ളൂ. അമ്മ ഈ അടുത്ത വീട്ടിലൊക്കെ പോയി ജോലി ചെയ്ത് വൈകുന്നേരം കിട്ടുന്ന ഭക്ഷണ പദാർത്ഥമൊക്കെ ആയിട്ട് വരുന്നത് തനിക്ക് വേണ്ടിയല്ലേ. താൻ പോയാൽ തന്റെ അമ്മ പിന്നെ ജീവിച്ചിരിക്കില്ല. മാതൃത്വത്തിന്റെ മഹനീയതയെ കുറിച്ച് ആ ബാലകൻ ഓർക്കുകയാണ്. തുടർന്ന് ഭഗവാനോട് പറയാണ്, ഭഗവാനെ, എല്ലാം മറന്ന് കാനനാന്തരത്തിൽ ചെന്നിരുന്ന് അങ്ങയെ ധ്യാനിക്കണമെന്നുണ്ട്, അങ്ങയെ ഹൃദയത്തിൽ ഉറപ്പിക്കണമെന്നുണ്ട്, അങ്ങയെ സ്മരിക്കണമെന്നുണ്ട്. അതിന് എന്റെ അമ്മ ഒരു തടസ്സമാണ് തമ്പുരാനെ. അത് അമ്മയോടുള്ള ഇഷ്ടക്കുറവ് കൊണ്ട് പറഞ്ഞതല്ല, നിഷ്കളങ്കത കൊണ്ട് പറഞ്ഞതാണ്. എന്തോ ഭഗവാൻ അത് കേട്ടു. അമ്മ തൊട്ടടുത്ത വീട്ടിൽ നിന്ന് ജോലിയൊക്കെ കഴിഞ്ഞ് വരുന്ന വഴിക്ക് അന്ന് കുറച്ച് അതിഥികൾ കൂടുതലുണ്ടായിരുന്നു. ജോലിയൊക്കെ കഴിഞ്ഞപ്പോൾ ഒരല്പം വൈകി. വീട്ടിലേക്ക് എത്തുമ്പോ നന്നായി ഇരുട്ടിയിരുന്നു. നടന്ന് അമ്മ എത്തുമ്പോൾ ദുരന്തം ഒരു പാമ്പിന്റെ രൂപത്തിൽ അവിടെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. ആ സാധു സ്ത്രീ ആ പാമ്പിനെ ചവിട്ടി. പാമ്പ് ശിരസുയർത്തി ആ പാദത്തിലേക്ക് ആഞ്ഞാഞ്ഞ് കൊത്തി. വീട്ടിലേക്ക് എത്തുമ്പോ ആ സാധു സ്ത്രീ കുഴഞ്ഞു വീണിരുന്നു. രാത്രിയായതുകൊണ്ട് എന്താണ് കടിച്ചതെന്ന് കണ്ടില്ല. രണ്ട്, എന്താണ് കടിച്ചതെന്ന് ആലോചിക്കാനും സമയമില്ല. മോൻ ഒറ്റയ്ക്കല്ലേ, മകന് ഭക്ഷണം കഴിക്കണ്ടേ, അവൻ കാത്തിരിക്കുന്നുണ്ടാവും, അവൻ വല്ലാതെ സങ്കടപ്പെടുന്നുണ്ടാവും എന്ന് ചിന്തിച്ചുകൊണ്ട് നടന്നു ചെല്ലുമ്പോ നന്നേ കുഴഞ്ഞിരുന്നു, വീണുപോയി. ആ അമ്മ പിടഞ്ഞ് മരിക്കുകയാണ്. ആ ബാലകന്റെ കരച്ചിൽ കേട്ട് എല്ലാവരും, അയൽവക്കത്ത് നിന്നൊക്കെ എല്ലാവരും ഒരുമിച്ച് ചേർന്നു വിറകുകൾ ശേഖരിച്ച് അവർക്ക് അന്ത്യശയ്യ ചെയ്യാനുള്ള, അന്ത്യനിദ്ര ചെയ്യാനുള്ള സ്ഥലം ഒരുക്കി. ചിത കൊളുത്തി, ചിതയ്ക്ക് തീ കൊളുത്തി. ആ ചിതയിൽ നിന്ന് അഗ്നി ധൂമങ്ങളോടുകൂടി ഉയർന്നു പൊങ്ങുമ്പോൾ ആ ബാലകൻ ആദ്യം ഏങ്ങലടിച്ച് കരഞ്ഞു, പിന്നെ വിങ്ങിക്കരഞ്ഞു. ഏറ്റവും ഒടുവിൽ ഓരോരുത്തരായി വന്ന് ദേഹത്ത് തട്ടി ആശ്വസിപ്പിച്ചു. ഓരോരുത്തരായി പിന്തിരിഞ്ഞു. അമ്മയുടെ ചിത കെട്ടടങ്ങുന്നതിന് മുമ്പ് തന്നെ ആ ബാലകൻ ചുറ്റുപാട് നോക്കുമ്പോ ആരുമില്ലാത്ത ഇവനെ ഏറ്റെടുക്കാൻ ആരും തയ്യാറായില്ല എന്നുള്ളതാണ് വാസ്തവം. ആരുമില്ലാത്തിടത്ത് ആരുണ്ട്? ആരുമില്ലാത്തവർക്ക് ആശ്വാസമായി ആരാണുള്ളത്? ദൈവമുണ്ട്, ഈശ്വരനുണ്ട്. സ്വയം ആശ്വസിച്ചു. ഏറ്റവും ഒടുവിൽ ചിന്തിച്ചു, ഭഗവാനെ, അങ്ങയിലേക്ക് കടന്നെത്തി അങ്ങയെ ധ്യാനിക്കണമെന്ന് ആഗ്രഹിച്ച ഞാൻ എന്റെ അമ്മ ഒരു തടസ്സമാണെന്ന് ചിന്തിച്ചിരുന്നില്ലേ? അപ്പൊ അത് അങ്ങ് എടുത്തതാവാം. എന്റെ അമ്മയെ അങ്ങയുടെ സവിധത്തിലേക്ക് അങ്ങ് ഭഗവാൻ മാടി വിളിച്ചതാവാം എന്ന് ചിന്തിച്ചുകൊണ്ട് അവിടെ നിന്ന് ചിതക്കെട്ടടങ്ങുമ്പോഴേക്കും അവിടെ നിന്ന് നടന്നു കാനനാന്തരത്തിൽ പ്രവേശിച്ച് നാരായണ മന്ത്രം ജപിച്ച് ഭഗവാനെ ഹൃദയത്തിൽ ഉറപ്പിച്ച്
സന്യാസിമാര് പറഞ്ഞ രൂപമുണ്ടല്ലോ, സശങ്കചക്രം സകിരീട കുണ്ടലം സപീതവസ്ത്രം സരസീരുഭേക്ഷണം സഹാര വക്ഷസ്ഥല ശോഭി കൗസ്തുഭം നമാമി വിഷ്ണം ശിരസാ ചതുർഭുജം. ജനാർദ്ദന സ്വാമിയെ നിങ്ങളൊന്ന് ചിന്തിക്കൂ. വർക്കല കുടികൊള്ളുന്ന ശംഖചക്ര ഗദാബ്ജധാരിയായ ഭഗവാൻ, അതിമനോഹരമായ കിരീടം ധരിച്ച ഭഗവാൻ, മീനകുണ്ടലങ്ങൾ ധരിച്ച ഭഗവാൻ. മകരകുണ്ടലം എന്നാണ്, മീനിന്റെ ആകൃതിയിലുള്ള കുണ്ടലമാണ് ഭഗവാനുള്ളത്. സപീത വസ്ത്രം, ഐശ്വര്യത്തിന്റെ നിറമായ മഞ്ഞ വസ്ത്രം ധരിച്ചിട്ടുള്ളവനാണ് ഭഗവാൻ. അതിമനോഹരമായ താമരദളത്തിൻ്റെതിന് തുല്യമായ കണ്ണുകളോട് കൂടിയവനാണ് ഭഗവാൻ. കഴുത്തിൽ അതിമനോഹരമായ മാലയണിഞ്ഞ് കൗസ്തുഭരത്നമണിഞ്ഞ് ശ്രീവത്സം എന്ന മറുകോട് കൂടി ശോഭിക്കുന്ന ചൈതന്യ സ്വരൂപനായ ഭഗവാന്റെ സുന്ദര കളേബരത്തെ ഹൃദയത്തോട് ചേർത്ത് വെച്ച് പ്രാർത്ഥിച്ചു, ധ്യാനിച്ചു, മന്ത്രം ജപിച്ചു. ഗുരുക്കന്മാർ ഓതിക്കൊടുത്ത മന്ത്രമില്ലേ, അത് ജപിച്ചു. കാലഘട്ടം മുന്നോട്ട് പോയി. ഏറ്റവും ഒടുവിൽ ഭഗവാൻ വന്നേ മതിയാവൂ എന്നൊരവസ്ഥയെത്തി. ഭഗവാൻ വന്നെത്തുമ്പോൾ ഭഗവാൻ ആ കുഞ്ഞിനോട് പറയുകയാണ്, നിനക്കെന്നെ കാണാൻ അവകാശമില്ല ഈ ജന്മത്തിൽ. കഴിഞ്ഞ ജന്മത്തിൽ നിനക്ക് എന്നെ കണ്ട് പ്രാർത്ഥിക്കാൻ, ഉള്ളിലും പുറത്തുമൊക്കെ എന്നെ കണ്ട് പ്രാർത്ഥിക്കാനുള്ള അവസരം നിനക്ക് ലഭിച്ചിട്ടും അത് ശരിയായ വിധത്തിൽ ഉപയോഗപ്പെടുത്താൻ നിനക്ക് കഴിഞ്ഞില്ല. ജീവിതത്തിൽ നമുക്ക് എപ്പോഴും അവസരം കിട്ടുമോ? ഈ പുത്തൻ പൂങ്കാവിലമ്മയുടെ തിരുസന്നിധാനത്തിൽ 2 ജ്ഞാനയജ്ഞങ്ങളാണ് നടത്തുന്നത്. ഒന്ന് വാമന പുരാണവും മറ്റൊന്ന് വിഷ്ണു പുരാണവും. ഈ 2 പുരാണങ്ങളും ജനഹൃദയങ്ങളിലേക്ക് സമർപ്പിക്കുവാൻ വേണ്ടി ആവിഷ്കരിച്ച ആദ്യത്തെ മാധ്യമ പ്രവർത്തകനാണ് ആര്? നാരദമാവുന്നത്. ആ നാരദനെ കുറിച്ചാണ് പറയുന്നത്. ലോകത്തിലെ ആദ്യത്തെ മാധ്യമ പ്രവർത്തകൻ നാരദൻ. ലോകത്തിലെ ആദ്യത്തെ മാധ്യമ പ്രവർത്തകൻ, ലോകത്തിലെ ആദ്യത്തെ സംഗീതജ്ഞൻ, ലോകത്തിലെ ആദ്യത്തെ ആത്മകഥ ആവിഷ്കർത്താവ്, ലോകത്തിലെ ആദ്യത്തെ ജീവചരിത്രകാരൻ, ലോകത്തിലെ ആദ്യത്തെ ഗഗനസഞ്ചാരി, ലോകത്തിലെ ആദ്യത്തെ നന്മയുടെ സുഗന്ധം പേറുന്ന, മനസ്സുകളിൽ ആത്മീയതയുടെ വെളിച്ചം പകർന്ന ത്യാഗവര്യൻ, ഋഷിശ്രേഷ്ഠൻ നാരദന്റെ കഥയാണ് നമ്മൾ പറയുന്നത്. ഭഗവാൻ പറഞ്ഞു, അകത്തും പുറത്തും എന്നെ കാണാൻ നിനക്ക് അവസരം ലഭിച്ചു. പുത്തൻ പൂങ്കാവിൽ അമ്മയുടെ തിരുസന്നിധാനത്തിൽ 2 യജ്ഞം നടക്കുമ്പോൾ ഈ സവിധത്തിലുള്ള ഇതിന് സമീപത്തുള്ള ആൾക്കാർക്ക് ഉൾപ്പെടെ നാനാദേശങ്ങളിൽ നിന്നും ഇവിടെ വന്ന് പ്രാർത്ഥിക്കുവാൻ ഉള്ള അവസരം ലഭിക്കുമ്പോൾ, പ്രത്യേകിച്ചും അവധിയുടെ ദിവസം കൂടി ലഭ്യമാകുമ്പോൾ ഇവിടെ വന്ന് പ്രാർത്ഥിക്കാൻ സാധിക്കാതെ പോയാൽ പിന്നെ വരുന്ന ദോഷങ്ങൾക്ക് മറ്റാരെയെങ്കിലും കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഉണ്ടോ? വിധിയെ പഴിച്ചിട്ട് കാര്യമുണ്ടോ? കയ്യിലിരിപ്പല്ലേ. നമുക്ക് കിട്ടുന്ന അവസരത്തെ പരമാവധി നമ്മൾ ഓരോരുത്തരും വിനിയോഗിക്കണം. അപ്പൊ അകത്തും പുറത്തും ഞാൻ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടം നിനക്കുണ്ടായിരുന്നു. പക്ഷേ നീ അന്ന് അകത്തുള്ള എന്നെ തിരിച്ചറിഞ്ഞില്ല, പുറത്തുള്ള എന്നെ നീ കണ്ടില്ല. നീ അടിച്ചു പൊളിച്ചു നടന്നു, സുഖലോലുപനായി ജീവിച്ചു. എന്റെ സുഖം, എന്റെ സുഖം, എന്റെ ജീവിതം എന്നൊക്കെ മാത്രം ചിന്തിച്ചു. ഇതൊക്കെ പകർന്നു തന്ന എന്നെ നീ തിരിച്ചറിഞ്ഞില്ല. അതുകൊണ്ട് നിനക്ക് കിട്ടിയ ഒരു ശാപം പിടിച്ച ജന്മമാണിത്. അതുകൊണ്ട് ഈ ജന്മം നീ എന്നെ കാണണ്ട. താനേ വന്നെത്തും മേലിൽ അടുത്ത ജന്മത്തിൽ നിനക്കതുണ്ടാവും എന്ന് പറഞ്ഞു. അങ്ങനെ ഇദ്ദേഹത്തിന് ഇത് മതിയായിരുന്നല്ലോ. ഭഗവാന്റെ സാന്നിധ്യം ഉണ്ടായല്ലോ, ഭഗവാൻ തന്റെ അരികിൽ വന്നല്ലോ. അങ്ങനെ ധ്യാനിച്ച് പ്രാർത്ഥിച്ച് 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 യോഗമാർഗത്തിലൂടെ ഭഗവത് സന്നിധിയിലേക്ക് ചേർന്നു.
ഭഗവാൻ ആ ചൈതന്യത്തെ ഇങ്ങെടുത്തു. അടുത്ത ഏറ്റവും വിശിഷ്ടമായ ഒരു ജന്മത്തിലേക്ക് തന്റെ ചൈതന്യം കൂടി സമന്വയിപ്പിച്ചുകൊണ്ട് ബ്രഹ്മദേവന്റെ അരികിലേക്ക് അയച്ചു. ബ്രഹ്മദേവൻ ആ ഭഗവത് ചൈതന്യത്തെ തന്റെ ബാലകനായി തന്റെ മടിത്തട്ടിൽ നിന്ന് പിറന്ന മകനാക്കി മാറ്റി. അങ്ങനെ പിറന്ന മകനാണ് നാരദൻ. നരസ്യ സംബന്ധി നാരം ജ്ഞാനം ദദാതി ഇതി നാരദ. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത് ഈശ്വരനെ കുറിച്ചുള്ള അറിവ് നേടുക എന്നുള്ളതാണ്. ആ ഈശ്വരനെ കുറിച്ചുള്ള അറിവിനെ നമുക്ക് പകർന്നു നൽകുന്ന, അമൃതജലം പോലെ പകർന്നു നൽകുന്ന ആൾ ആര് എന്ന് ചോദിച്ചാൽ നാരദനാണ്. ഏറ്റവും കൂടുതൽ പുരാണങ്ങളിൽ ഏറ്റവും കൂടുതൽ അപഹസിക്കപ്പെട്ടിട്ടുള്ള, പലരുടെയും സ്വഭാവം പറഞ്ഞ് വിമർശിക്കപ്പെട്ടിട്ടുള്ള ഒരു കഥാപാത്രമാണ് നാരദൻ. എന്നാൽ താൻ പറയുന്ന കാര്യത്തിന്റെ ഉദ്ദേശശുദ്ധിക്ക് വേണ്ടി ചില അലങ്കാര പ്രയോഗങ്ങൾ, ചില ദൃഷ്ടാന്തങ്ങൾ, ചില പ്രതീകങ്ങൾ അദ്ദേഹം എടുത്തു ചേർക്കാറുണ്ട്. എന്നാൽ ഇതൊന്നും ഒരാളെയും ദ്രോഹിക്കുന്നതിന് വേണ്ടിയല്ല. ഇതൊന്നും ഭക്തിയെ, നന്മയെ തിരസ്കരിക്കുന്നതിന് വേണ്ടി ആയിരുന്നില്ല എന്ന് തിരിച്ചറിയാതെ പോയതാണ് മലയാളിയുടെ ഏറ്റവും വലിയ കുഴപ്പം. അറിയണ്ടേ നമ്മൾ, അല്ലേ? നമുക്കറിയാലോ, ദേശീയത ഹൃദയത്തോട് ചേർക്കേണ്ടുന്ന ദിവസമാണ് ഈ ഓഗസ്റ്റ് 15. നമ്മുടെ ഭാരതം എന്ന അമ്മയുടെ പ്രായം എന്ന് പറഞ്ഞാൽ സ്വാതന്ത്ര്യത്തിന്റെ പ്രായം 78 നിന്ന് 79 കടക്കുകയാണ്. പെറ്റമ്മയും പിറന്ന നാടും സ്വർഗത്തേക്കാൾ ശ്രേഷ്ഠമാണ് എന്ന ശ്രീരാമചന്ദ്രന്റെ വചനത്തെ അർത്ഥപൂർണമാക്കേണ്ടുന്ന, അങ്ങനെ തന്നെ ചിന്തിക്കേണ്ടുന്ന മഹിതമായ ദിവസമാണ് ഇന്ന്. ദേശീയത എന്ന ബോധത്തെ ഹൃദയത്തോട് നമ്മൾ ചേർക്കണം. നമ്മുടെ നാടിനെ ഭാരതമെന്നും ഇന്ത്യ എന്നും വിളിക്കും. ഡോക്ടർ ഭീംറാവു അംബേദ്കർ ഭരണഘടനയിൽ പ്രതിപാദിക്കുന്നത് ഭാരതം എന്ന ഇന്ത്യ എന്നാണ്. മനസ്സിലാവുന്നില്ലേ? ഇത് രണ്ടും ഒന്നാണ് എന്ന് പറയുമ്പോൾ ഇതിനെ രണ്ടിനെയും രണ്ടായി കണ്ടുകൊണ്ട് ഭാരതം എന്ന സങ്കല്പം സനാതന സങ്കല്പവും ഇന്ത്യ എന്ന് പറയുന്ന നാമധേയം അത് പരിഷ്കൃതർക്കുമുള്ളതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ പേരിനെ തന്നെ ഭിന്നിപ്പിക്കുവാൻ ശ്രമിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. അവിടെ തമസ്കരിക്കപ്പെടുന്നത് വേദങ്ങളും പുരാണങ്ങളും ഇതിഹാസങ്ങളും. വർക്കല എന്ന് പറയുന്ന നമ്മുടെ നാടിന്റെ പൈതൃകം ഉൾപ്പെടെയുള്ള വൈശിഷ്ട്യങ്ങളാണ് പലരുടെ ഹൃദയത്തിൽ നിന്നും അപഹൃതമാക്കപ്പെടുന്നത്. വികലമായ ആശയങ്ങളെ പ്രചരിപ്പിക്കുന്നതിലൂടെ എന്ന് തിരിച്ചറിയാൻ നമുക്ക് കഴിയണം. നമ്മുടെ നാട് എന്ന് ഹൃദയത്തോട് ചേർത്ത് വയ്ക്കാൻ ഓരോരുത്തരും അവരവരുടെ കുഞ്ഞ് അവരവർക്ക് ഇഷ്ടമുള്ളതല്ലേ? എല്ലാ രാജ്യവും ഒരുപോലെയാണ് എന്ന് പറയുന്നത് വസുദൈവ കുടുംബത്തിന് അനുസൃതമാണെന്ന് നമ്മൾ ചിന്തിക്കുമ്പോഴും ഓരോരുത്തർക്കും അവരവരുടെ കുഞ്ഞ് പ്രിയമുള്ളതല്ലേ? എല്ലാ മക്കളും സമന്മാരാണ്, അല്ലേ? എന്നാൽ ഓരോരുത്തർക്കും അവരവരുടെ മക്കള് പ്രിയമുള്ളവരല്ലേ? നിങ്ങൾ നിങ്ങളുടെ മക്കളെ സ്നേഹിക്കുന്ന പോലെ വേറെ ആരുടെയെങ്കിലും മക്കളെ സ്നേഹിക്കുന്നുണ്ടോ? ഇവിടെ ഉള്ളവര് പറയും, ആ വർത്തമാനം ബാക്കിലൊക്കെ ഇരുന്ന് പറയുന്ന അമ്മമാരെ കുറിച്ച് എനിക്ക് പ്രത്യേകിച്ച് അഭിപ്രായമൊന്നുമില്ല, സഹതാപം മാത്രമേ ഉള്ളൂ. ക്ഷീരമുള്ള ഒരു അകിടിൻ ചുവട്ടിലും ചോര തന്നെ കൊതുകിന് കൗതുകം എന്ന് ചിന്തിക്കേണ്ടുന്ന വളരെ സവിശേഷമായ ഒരു കാര്യത്തെ കുറിച്ച് പറയുമ്പോൾ മറ്റു കാര്യങ്ങൾ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്ന, അതും നെറ്റിയിൽ കുറിയിട്ട് തന്നെ വന്നിരിക്കുന്ന, ഇതിനെക്കുറിച്ച് ചിന്തിക്കുക പോലും ശ്രദ്ധിക്കുക പോലും ചെയ്യാത്ത ആ അമ്മ ചെന്നിരിക്കേണ്ടത് യജ്ഞശാലയിലല്ല, മക്കളെയും കൊണ്ട് ചെന്നിരിക്കേണ്ടത് ഭോജനശാലയിലാണ്. അപ്പോ അതല്ലെങ്കിൽ
മാർക്കറ്റിലാണ്. ഇവിടെ പ്രാർത്ഥനയ്ക്കാണ് പ്രാധാന്യം, ഭഗവത് കഥകൾക്കാണ്, സത്ചിന്തകൾക്കാണ് പ്രാധാന്യം എന്ന് തിരിച്ചറിയാനെങ്കിലും നമുക്ക് ഓരോരുത്തർക്കും കഴിയണമെന്നാണ് വേദനയോടെ പറയാനുള്ളത്. നമ്മുടെ പ്രാർത്ഥനാ അവസരങ്ങളെയൊക്കെ മലീമസമാക്കുന്നത് ഇതുപോലെ മനോവൈകല്യമുള്ള വികല ബുദ്ധികളാണ് എന്ന് തിരിച്ചറിയണം. ദേശീയത എന്ന ആശയത്തെ, ഞാൻ പറഞ്ഞ വിഷയം അത് തന്നെ, ദേശീയത എന്ന പൊതുവായ ആശയത്തെ മലീമസമാക്കുന്ന ചില വർഗീയ ശക്തികൾ നമ്മുടെയൊക്കെ നാട്ടിലുണ്ട്. പണ്ടും ഇത്തരത്തിലുള്ള ചില വർഗീയ ശക്തികൾ ഉണ്ടായിരുന്നു. അവര് ദേവന്മാരെന്നും അസുരന്മാരെന്നും ഒക്കെ പറഞ്ഞിരുന്നു. അവരുടെ പ്രതിനിധികളായിരുന്നു ഹിരണ്യാക്ഷനും ഹിരണ്യകശിപുവും ദാരികനും രാവണനും ഒക്കെ. അപ്പൊ ഈ തരത്തിലുള്ള ചില വർഗീയ കക്ഷികളെ, ചില കുടില ബുദ്ധിക്കാരെ അവർക്ക് കണക്ക് തീർത്ത് പ്രഹരം കൊടുക്കുന്നതിന് വേണ്ടി നാരദൻ ചില കാര്യങ്ങൾ കയ്യിൽ നിന്നിട്ടിരുന്നു എന്നുള്ളത് സത്യമാണ്. സത്തായ കാര്യങ്ങൾ ജനഹൃദയങ്ങളിലേക്ക് ആവിഷ്കരിക്കുവാൻ പറ്റിയ ആൾക്കാരെ കണ്ടെത്തി ആവിഷ്കരിച്ച ആളായിരുന്നു നാരദൻ. ഉത്തമനായ ഒരു മനുഷ്യൻ പ്രതിസന്ധികൾക്കിടയിലും എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്ന് പറഞ്ഞു കൊടുത്തത് വാൽമീകിക്കാണ്. ആ മനുഷ്യന്റെ പേരെന്താണ്? ശ്രീരാമചന്ദ്രൻ. ആധുനിക കാലഘട്ടത്തിലൂടെ കടന്നു പോകുന്ന ഓരോരുത്തരും ഏത് പ്രശ്നത്തെയും പുഞ്ചിരിയോടെ, ബുദ്ധി കൗശലത്തോടെ സമീപിച്ച് തന്റെ വ്യക്തിത്വത്തെ ഉയർത്തിപ്പിടിച്ചു നിർത്തണം എന്ന് നാരദൻ പഠിപ്പിച്ചത് വേദവ്യാസനിലൂടെയാണ്, ശ്രീമദ് ഭാഗവതത്തിലൂടെയാണ്. എന്ത് പ്രശ്നമുണ്ടായാലും ധർമ്മമാർഗത്തിലൂടെ സഞ്ചരിച്ച് അവസാനം വിജയം നേടിയെടുക്കണം എന്ന് നാരദൻ വേദവ്യാസന്റെ മഹാഭാരതത്തിലൂടെയാണ് നമ്മളെ ഓർമ്മിപ്പിച്ചത്. ആണോ അല്ലയോ? അല്ലേ? അപ്പോ ആ നാരദ മാമുനി തന്റെ സഹോദരങ്ങളായ ബ്രഹ്മപുത്രന്മാരെ, ദക്ഷന്റെ മക്കളെ, ശബലാശ്വന്മാരെന്നും ഹര്യശ്വന്മാരെന്നും ഒക്കെ പേരുള്ള ആൾക്കാരെ, സൃഷ്ടികർമ്മത്തിന് വേണ്ടി നിയോഗിക്കപ്പെട്ട, അങ്ങനെ ജനിക്കപ്പെട്ട ആൾക്കാരെ നാരദൻ ഭക്തിമാർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. അവർ ഭക്തിമാർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരുമ്പോ നാരദന്റെ മന്ത്രജപത്തിൽ, നാരായണ കഥകളിൽ ആകൃഷ്ടരായി അവർ സഞ്ചരിച്ച് 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 ഒരു സമുദ്ര തീരത്തിൽ വന്ന് ഭഗവത് ചിന്തയോടുകൂടി ഒരിടത്തിരുന്ന് പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുമ്പോൾ ദക്ഷന്റെ ശാപത്താൽ നീ ഒരിക്കലും കൂടുതൽ നേരം ഭൂമിയിലേക്ക്, നിലത്ത് എത്താതെ പോകട്ടെ എന്ന് ശപിച്ച ദക്ഷനും ബ്രഹ്മദേവനും ഒക്കെ ശപിക്കുമ്പോൾ നാരദൻ താൻ ധരിച്ചിരുന്ന ഉത്തരീയം മേൽമുണ്ടെടുത്ത് ഈ ഹര്യശ്വന്മാരുടെ നേർക്ക് അടയാളം കാണിച്ചുകൊണ്ട് ഇട്ടുവത്രേ. ആ വൽക്കലം വന്നു വീണ മേൽമുണ്ട്, ഉത്തരീയം വന്നു വീണ ആ സ്ഥലത്ത് അവർ ഇരുന്ന് ദോഷങ്ങളെ നിവാരണം ചെയ്യുന്ന, എല്ലാ യുഗത്തിലെയും ദോഷങ്ങളെ നിവാരണം ചെയ്യുന്ന ഭഗവാനെ പ്രാർത്ഥിച്ചു. ജനങ്ങളുടെ ദുഃഖങ്ങളെ നിവാരണം ചെയ്യുന്ന ഭഗവാനെ പ്രാർത്ഥിച്ചു. നാരദന്റെ നിർദ്ദേശമനുസരിച്ച് അവർ ഭഗവാനെ പ്രാർത്ഥിക്കുമ്പോൾ ഭഗവാൻ അവിടെ പ്രത്യക്ഷപ്പെടുകയാണ്, പ്രത്യക്ഷപ്പെട്ട് അനുഗ്രഹിക്കുകയാണ്. അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ട ആ ഭഗവാന്റെ പേര് ജനാർദ്ദനൻ എന്നാണ്. എന്താണ് പേര്? ജനാർദ്ദനൻ. വൽക്കലം വന്നു വീണ സ്ഥലം ഏതാണ്? വർക്കലയാണ്. ആ വർക്കല ജനാർദ്ദന സ്വാമിയുടെ ഒരു വെളിപ്പാടകലെ ജീവിച്ചു പോരാൻ അനുഗ്രഹം ലഭിച്ചിട്ടുള്ള ആൾക്കാരാണ് നിങ്ങൾ ഓരോരുത്തരും.
അതുകൊണ്ട് തന്നെയാണ് വിഷ്ണു ഭഗവാനെ സംബന്ധിക്കുന്ന 2 പുരാണങ്ങൾ നിങ്ങൾക്ക് കേൾക്കാൻ, വാമന പുരാണവും വിഷ്ണു പുരാണവും കേൾക്കാനുള്ള ഭാഗ്യമുണ്ടായത്. മറ്റേതെങ്കിലും ഒരു ദേശത്തിന് ഇത്രയധികം ഭാഗ്യമുണ്ടായോ എന്ന് സംശയമാണ്. കേരളത്തിൽ ദക്ഷിണ കാശി എന്നറിയപ്പെടുന്ന വർക്കല, കാശിയിൽ വാരാണസിയിൽ ഇരുന്ന് ഭജിച്ചതിന്റെ, നാദാർച്ചന നടത്തിയതിന്റെ ഫലമായിട്ടാണ് ബിസ്മില്ല ഖാൻ എന്ന് പറയുന്ന സംഗീതജ്ഞന് ചെറിയ പ്രായത്തിലെ തന്റെ അമ്മാവൻ പകർന്നു കൊടുത്ത ഷഹനായി എന്ന് പറയുന്ന ഉപകരണം കരത്തിൽ പിടിച്ചുകൊണ്ട് ശാസ്ത്രീയ സംഗീതത്തിന്റെ പശ്ചാത്തലത്തിൽ വിരൽമീട്ടിയ ഷഹനായി ഉത്കൃഷ്ടമായ രാഗങ്ങളുടെ ഗമക പ്രയോഗങ്ങളെ നേർത്തതാക്കി മാറ്റി ലാളിത്യപൂർണമായി സംഗീതാർദ്രമായി പകർന്നു കൊടുക്കാൻ സാധിച്ചത് കാശി വിശ്വനാഥന്റെ കൃപാകടാക്ഷമാണ്. ഒരേ സമയം പള്ളിയിലിരുന്ന് പ്രാർത്ഥിക്കുകയും, കാശിയിലെ പള്ളിയിലിരുന്ന് പ്രാർത്ഥിക്കുകയും, അതേസമയം അതേ ദിവസം സായന്തനത്തിൽ വിശ്വനാഥന്റെ, കാശി വിശ്വനാഥന്റെ തിരുമുമ്പിൽ വന്ന് നാദാർച്ചന ചെയ്യുകയും ചെയ്ത സംഗീതജ്ഞനാണ് ബിസ്മില്ല ഖാൻ. ഭാരതത്തിന്, ശ്രദ്ധിക്കണം നിങ്ങൾ, ഭാരതത്തിന് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ന്യൂഡൽഹിയിലെ ചുവപ്പ് കോട്ടയിൽ അദ്ദേഹം, ചെങ്കോട്ടയിൽ ഇരുന്ന് അദ്ദേഹം വളരെ സന്തോഷത്തോടെ ഷഹനായി വാദനം ചെയ്തു. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? മതേതരത്വവും മതസൗഹാർദ്ദവും ഒക്കെ ഹൃദയത്തിൽ കരുതിയ ആളായിരുന്നു അദ്ദേഹം. ബീഹാറിലാണ് ജനിച്ചത്. ആ ഓർമ്മയ്ക്കാണ് 1947 ഓഗസ്റ്റ് 14 ഭാരതത്തിലെ ജ്യോതിഷ പണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ടതനുസരിച്ച് 15-ന് ശേഷം വേണ്ട, 15-ന് മുമ്പുള്ള ദിവസം മതി എന്ന് പറഞ്ഞപ്പോഴാണ്, 15ഉം പോരാ എന്ന് പറഞ്ഞപ്പോഴാണ് ഓഗസ്റ്റ് 14 അർദ്ധരാത്രിയിൽ നീണ്ട ചർച്ചയ്ക്കൊടുവിൽ നമുക്ക് സ്വാതന്ത്ര്യം നൽകാൻ മൗണ്ട് ബാറ്റൻ പ്രഭു നിർബന്ധിതനായത്. അദ്ദേഹം അതിനെ അന്ധവിശ്വാസം എന്നൊക്കെ വിശേഷിപ്പിച്ചുവെങ്കിലും വിശ്വാസികളുടെ ഹൃദയത്തിൽ ആ സ്വാതന്ത്ര്യം അർദ്ധരാത്രിയിൽ പകർന്നു തന്ന പിറ്റേ ദിവസം പുലർന്ന ആ ഓഗസ്റ്റ് 15 ഓരോരുത്തരുടെയും ഹൃദയത്തിൽ ഭാരതാംബയുടെ മഹിതമായ അഭിമാനത്തിന്റെ ഉയർത്തെഴുന്നേൽപ്പിന്റെ ദിനമായിരുന്നു എന്ന് മനസ്സിലാക്കണം. ഉസ്താദ് ബിസ്മില്ല ഖാന്റെ ഷഹനായി സംഗീതത്തോടു കൂടിയാണ് എന്താരംഭിക്കുന്നത്. ഇന്നും ചെങ്കോട്ടയില് സ്വാതന്ത്ര്യ ദിന ചടങ്ങുകൾ ആരംഭിക്കുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയണം. മനസ്സിലായില്ലേ? വർക്കലയിലും അവിടെ നിന്ന് കാശിയിൽ പ്രാർത്ഥിച്ച ആളും ഇന്നത്തെ ദിവസവും ഈ വിഷ്ണു പുരാണവും തമ്മിലുള്ളൊരു ബന്ധം ഒന്ന് സമന്വയിപ്പിക്കാൻ മാത്രമാണ് ഈ ഉള്ളവൻ ശ്രമിച്ചത്. ഒരു കാര്യം പറയുമ്പോൾ 3 കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കണം. 1 കാലം, 2 ദേശം, 3 അവസ്ഥ. ഈ 3 കാര്യങ്ങൾക്ക് അനുസൃതമായിട്ട് വേണം നമ്മൾ ഓരോരോ കാര്യങ്ങൾ ചർച്ച ചെയ്യാനെന്നാണ്. മനസ്സിലാവുന്നില്ലേ? അല്ലേ? അപ്പോ ഈ ദിവസം നമ്മൾ തിരിച്ചറിയേണ്ടത് ഈ മണ്ണിൽ ജീവിക്കാൻ സാധിച്ചത് പുണ്യമാണെന്നാണ്. നാരദമാമുനി പറഞ്ഞ ലക്ഷ്മി വിഷ്ണു സമന്വയത്തെ കുറിച്ചാണ് ഇനി ചുരുങ്ങിയ വാക്കുകളിൽ പറയേണ്ടത്. 1, ഓംകാരമായ പൊരുൾ 3 ആയപ്പോൾ രജോ ഗുണം കൊണ്ട് ബ്രഹ്മാവും സൃഷ്ടി നടത്താൻ, സത്വഗുണം കൊണ്ട് വിഷ്ണു ഭഗവാൻ പരിപാലനം നടത്താൻ, തമോ ഗുണം കൊണ്ട് രുദ്രൻ
സംഹാരം നടത്താൻ നിർബന്ധിതനായി. ഈ 3 പേരിലും പരാശക്തിയായ ഭഗവതി തിളങ്ങി വിളങ്ങി നിന്നു. 3 പേരും ശക്തിസ്വരൂപിണിയായ സൗന്ദര്യത്തിന്റെ പ്രഭ തൂകുന്ന, ചൈതന്യത്തിന്റെ പ്രഭ ചൊരിയുന്ന പരാശക്തിയെ പ്രാർത്ഥിച്ചു. ദേവിയുടെ സാന്നിധ്യത്തിന് വേണ്ടി കൊതിച്ചു. അങ്ങനെ ദേവി മഹാസരസ്വതിയായി, അറിവിന്റെ ദേവതയായി, കലയുടെ ദേവതയായി, സംഗീത സാഹിത്യ സ്വരൂപിണിയായി ബ്രഹ്മദേവനോടൊപ്പം മഹാസരസ്വതിയായി വിരാജിച്ചു. വിഷ്ണു ഭഗവാൻ നിലനിൽപ്പിന്റെ ദേവനല്ലേ? നിലനിൽക്കണമെങ്കിൽ ഐശ്വര്യം വേണ്ടേ? വേണം. ആരോഗ്യം വേണ്ടേ? ആരോഗ്യം നിലനിർത്തണ്ടേ? സൗന്ദര്യം വേണ്ടേ? പദവികളൊക്കെ ഏതെങ്കിലുമൊക്കെ തലത്തിൽ വിരാജിക്കണ്ടേ നമുക്ക്? അതിന്റെ ദേവതയായി അതിസുന്ദരിയായ മഹാലക്ഷ്മി വിഷ്ണു ഭഗവാന്റെ വാമഭാഗത്തേക്ക് ചേർന്നു. ഭഗവാന്റെ ഇടത്തെ ചുമലിൽ നിന്നാണ് ജനിക്കപ്പെട്ടത് എന്ന് പോലും തോന്നത്തക്ക വിധത്തിൽ അത്രയും ചേർന്ന് നിന്നു മഹാലക്ഷ്മി. പരാശക്തിയായ ഭഗവതി പിന്നീട് ആദ്യം സതിയായും പിന്നീട് പർവ്വതനന്ദിനിയായ പാർവതിയായും ചേർന്നു. പിന്നെ നമ്മള് ദേവീദേവന്മാരുടെ, ലക്ഷ്മി നാരായണന്മാരുടെ ചേർച്ച കാണുന്നത് പാലാഴി മഥനം നടക്കുമ്പോഴാണ്. ദേവന്മാർക്ക് നഷ്ടപ്പെട്ടു പോയ ഐശ്വര്യ ലക്ഷ്മിയെ വീണ്ടെടുക്കാൻ അവർ പാലാഴി മഥനം നടത്തിയപ്പോൾ ആ പാലാഴിയിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയത് പലതും ഉയർന്നു വന്നു. എന്നിട്ടോ മന്ധരപർവ്വതത്തെ കടകോലാക്കിയും വാസുകിയെ കയറാക്കിയും ബന്ധിച്ചുകൊണ്ടാണല്ലോ ദേവാസുരന്മാർ പാലാഴി കടഞ്ഞത്. ആണോ? പലതും ഉയർന്നു വന്നു. ഏറ്റവും ഒടുവിൽ മഹാലക്ഷ്മിയായ ഭഗവതി ആ പാലാഴിയിൽ നിന്ന് ഉയർന്നു വരുമ്പോൾ ഇവരെല്ലാവരും ദേവിയെ പ്രകീർത്തിച്ചു. നമസ്തേസ്തു മഹാമായേ ശ്രീപീഠേ സുരപൂജിതേ ശംഖചക്ര ഗദാഹസ്തേ മഹാലക്ഷ്മി നമോസ്തുതേ. ചിലർ ബീജാക്ഷരങ്ങൾ കൊണ്ട് സ്തുതിച്ചു. ഓം ശ്രീം ഹ്രീം ക്ലീം ഐം മഹാലക്ഷ്മി നമഃ. ദേവിയുടെ ബീജാക്ഷരമാണ് ഓം ശ്രീം ഹ്രീം ക്ലീം ഐം മഹാലക്ഷ്മി നമഃ. അങ്ങനെ പ്രകീർത്തിച്ചു. എഴുതിയെടുത്ത് പഠിക്കുന്നത് ചൈതന്യവർദ്ധനവിനും സൗന്ദര്യവർദ്ധനവിനും ഒപ്പം സാമ്പത്തിക ഉയർച്ചയ്ക്കും നല്ലതാണെന്ന് മന്ത്രങ്ങളെ കുറിച്ച് പഠിക്കുമ്പോൾ പറയുന്നുണ്ട്. ഒന്നുകൂടെ പറയാം, കൂടെ ചൊല്ലൂലേ? ഓം. രാവിലെ ഇഡ്ഡലി ഒന്നും കഴിക്കാത്തവരാണ് തോന്നുന്നു. ഒന്നുകൂടെ ഓം. കുറച്ചുകൂടെ ശ്രീം ഹ്രീം ക്ലീം ഐം മഹാലക്ഷ്മി നമഃ. അപ്പോ ഇങ്ങനെ മഹാലക്ഷ്മി മന്ത്രം ജപിച്ചു ദേവിയെ പ്രകീർത്തിക്കുന്നു. ലക്ഷ്മി നാരായണ സമന്വയം നടക്കുന്നു. പിന്നെ നമ്മൾ കാണുന്നത് നരസിംഹമൂർത്തിയായി അവതാരം ചെയ്തപ്പോൾ ഭഗവാനോട് ചേർന്നിരുന്ന മഹാലക്ഷ്മിയാണ്. ദേവതാ കാര്യസിദ്ധ്യർത്ഥം സഭാസ്തംഭ സമുത്ഭവം ശ്രീ നാരസിംഹം മഹാവീര്യം നമാമി വൃണമുക്തയെ. ഓം ഈം ഹം. നരസിംഹമന്ത്രം ജപിക്കാം. ഉഗ്രം. ഒരല്പം കൂടെ ശബ്ദം. ഉഗ്രം വീരം മഹാവിഷ്ണു ജ്വലന്തം സർവതോന്മുഖം നൃസിംഹം ഭീഷണം ഭദ്രം മൃത്യുമൃത്യും നമാമ്യഹം. ഇങ്ങനെ സ്തുതിക്കണം. പിന്നീട് നമ്മൾ കാണുന്നത് ശ്രീരാമചന്ദ്രനോടൊപ്പം സീതയായി ദേവി വന്നതാണ്. കഥ നിങ്ങൾക്കറിയാം. ശ്രീരാമചന്ദ്രനെ കണ്ട് വല്ലാണ്ട് ഇഷ്ടപ്പെട്ടു സീതയ്ക്ക്. ശ്രീരാമചന്ദ്രൻ ത്രയ്യംബകം എന്ന വില്ലിനെ വണങ്ങുന്നു വിശ്വാമിത്രന്റെ നിർദ്ദേശപ്രകാരം. വിശ്വാമിത്രന്റെ കണ്ണുകളിൽ ഒരു തിളക്കമുണ്ടായി. ഉടനെ ശ്രീരാമചന്ദ്രൻ ആ വില്ല് നോക്കിക്കണ്ടിട്ട്
ചന്ദ്രശേഖരനുടെ പള്ളിവിൽ കണ്ട് രാമചന്ദ്രനും ആനന്ദം ഉൾക്കൊണ്ട് വന്ദിച്ചില്ല. അദ്ദേഹം ചോദിച്ചത് എന്താണ്? വില്ലെടുക്കാമോ, കുലച്ചിടാമോ, വലിക്കാമോ ചൊല്ലുക എന്നതു കേട്ട് ചൊല്ലിനാൻ വിശ്വാമിത്രൻ. എല്ലാം ആകുന്നത് ചെയ്താലും മടിക്കേണ്ട, എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ? ഈ 3 ചോദ്യം ചോദിച്ചില്ലേ, 3 ചെയ്യടേ. ഇതിൽ മൂന്നിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്തോളൂ, നല്ലതേ ഉണ്ടാവും എന്ന് പറഞ്ഞു. അങ്ങനെ വില്ലെടുത്ത് കുലച്ചു. ഇടിവെട്ടിയിടും വണ്ണം വിൽ മുറിഞ്ഞൊച്ച കേട്ടു, നടുങ്ങി രാജാക്കന്മാർ ഉരകങ്ങളെ പോലെ. മൈഥിലി മയിൽപ്പേട പോലെ സന്തോഷം കൊണ്ടാണ്. നമ്മള് പഠിച്ചിട്ടുണ്ട്, ചിലരൊക്കെ, ഞാനൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട്, ചിലരൊക്കെ പാരായണം ചെയ്യുന്നുണ്ട് ഇല്ലേ? സ്വർണവർണ്ണത്തെ പൂണ്ട മൈഥിലി മനോഹരി, സ്വർണഭൂഷണങ്ങൾ അണിഞ്ഞ് തേജസ്സോടെ വന്ന് ഉടനെ നേത്രോത്പല മാലയുമിട്ടാൾ മുന്നേ, പിന്നാലെ വരണാർത്ഥമാലയും കെട്ടിയിടിനാൾ. അധ്യാത്മരാമായണത്തിൽ നിങ്ങൾ ബാലകാണ്ഡത്തിൽ പാരായണം ചെയ്തിട്ടുള്ള ആൾക്കാരില്ലേ? ഇവിടെ പള്ളിക്കൂടത്തിലെ പുസ്തകത്തിൽ പഠിച്ചിട്ടുള്ളവരില്ലേ? ഉണ്ടോ? ഉണ്ട്. തുടർന്ന് നമ്മൾ ദേവിയെ, ലക്ഷ്മിയെ കാണുന്നത് ദ്വാപരയുഗത്തിൽ ശ്രീകൃഷ്ണനായി ഭഗവാൻ ജനിച്ചപ്പോൾ, ഭഗവാന്റെ യൗവന കാലാരംഭത്തിൽ ഭഗവാൻ ദ്വാരകാധിപനായി വാഴുമ്പോൾ ഭഗവാന്റെ അരികിലേക്ക് ബ്രാഹ്മണ ശ്രേഷ്ഠൻ ഒരു സന്ദേശവുമായി വരുന്നു. അത് രുക്മിണിയുടെ സന്ദേശമാണ്. അപ്പോഴാണ് നമ്മൾ തിരിച്ചറിയുന്നത്, വിദർഭ മഹാരാജ്യത്തിലെ ഭീഷ്മകന്റെ മകളായി രുക്മിണിയായി ദേവി ജനിച്ചിട്ടുണ്ട്. ആ ദേവിയുടെ സന്ദേശമാണ് സീതാരാമന്മാരുടെ പുനഃസമാഗമം കാണാൻ കൊതിച്ചിട്ടും നടക്കാത്ത വാൽമീകിയുടെ സങ്കടത്തെ അടുത്തറിഞ്ഞ് അടുത്ത ജന്മം അങ്ങേക്ക് ഇത് സാധിക്കുമെന്ന് അനുഗ്രഹം കൊടുത്ത ആ സന്ദർഭം അന്വർത്ഥമാക്കുവാൻ അദ്ദേഹം ബ്രാഹ്മണ ശ്രേഷ്ഠനായി പിറന്ന് രുക്മിണിയുടെ സന്ദേശം കൊണ്ടുവരുന്നത്. ശ്രദ്ധിക്കും. തുടർന്ന് ഈ ശ്രീകൃഷ്ണ ഭഗവാൻ ബലഭദ്രസ്വാമിയോട് പോലും പറയാതെ വിദർഭ രാജ്യത്തിലേക്ക് പോയി രുക്മിണി ദേവിയെ കൂട്ടിക്കൊണ്ടുവന്നു. രുക്മിണി ദേവിയെ ഭഗവാൻ കല്യാണം കഴിക്കുന്നു, തന്റെ ജീവിത സഖിയാക്കി ചേർക്കുന്നു. ആ രുക്മിണി ഭഗവാന്റെയും രുക്മിണി ദേവിയുടെയും ഭഗവാന്റെയും തിരുക്കല്യാണം, രുക്മിണിയുടെയും ഭഗവാന്റെയും തിരുക്കല്യാണം ജീവാത്മാ പരമാത്മാ സംയോഗമായിട്ടാണ് നമ്മൾ കരുതിയത്. രുക്മിണി എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിലുള്ള ചൈതന്യമാണ്. ഭഗവാൻ ഈ പ്രപഞ്ചമാകെ നിറഞ്ഞു നിൽക്കുന്ന ചൈതന്യമാണ്. ആ നമ്മുടെ ഉള്ളിലുള്ള ചൈതന്യം ഭഗവാനിലേക്ക് ചേരുന്ന ശ്രേഷ്ഠമായ മുഹൂർത്തമാണ് നമ്മൾ ലക്ഷ്മി വിഷ്ണു പരിണയം കൊണ്ടും സീതാ സ്വയംവരം കൊണ്ടും ഒപ്പം രുക്മിണി ശ്രീകൃഷ്ണ വിവാഹം കൊണ്ടും നമ്മൾ കാണുന്നത്. തീർച്ചയായും എല്ലാവർക്കും എല്ലാ നന്മകളും ഉണ്ടാവട്ടെ എന്ന ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് വിഷ്ണു പുരാണത്തിലെ ആ ലക്ഷ്മിയും വിഷ്ണു ഭഗവാനും തമ്മിൽ ചേരുന്ന ആ ഭാഗം, മൂലഗ്രന്ഥത്തിലെ ഭാഗം ആരാധ്യനായ നമ്മുടെ ശ്രീ ഹരികുമാർ ചക്കുവരയ്ക്കൽ അദ്ദേഹവും തങ്കരാജൻ സാറും ഒക്കെ ചേർന്ന് പാരായണം ചെയ്യുമ്പോൾ കല്ലമ്പലം കുഞ്ഞുകൃഷ്ണൻ സാറും ഒപ്പം ശ്രീ സന്തോഷ് കട്ടപ്പന അവർകളും അതിനെ അനുധാവനം ചെയ്യുന്നു. ആരാധ്യനായ ക്ഷേത്രം മേൽശാന്തി, അദ്ദേഹം ഇന്നെത്തിയില്ലേ? ആരാധ്യനായ ക്ഷേത്രം മേൽശാന്തിയെ ആദരവോട് കൂടി ക്ഷണിക്കുകയാണ്. അദ്ദേഹത്തിന്റെ മഹാലക്ഷ്മിയും അദ്ദേഹമാകുന്ന മഹാവിഷ്ണുവിനെ കാത്തിരിക്കുന്നു. കല്യാണമൊന്നും കൂടെ വെച്ച് നടത്താൻ പറ്റില്ല, അദ്ദേഹം വന്നാണ് ആരാധ്യനായ മേൽശാന്തി. തുടർന്ന് നമ്മുടെ യജ്ഞബോധാവ്
മറ്റ് പൂജകന്മാർ ഏവരെയും ക്ഷണിക്കുന്നു. നിങ്ങളും പ്രാർത്ഥിക്കേണ്ടത്, ഞാൻ തമാശയ്ക്കാണ് പറഞ്ഞതെങ്കിലും നമ്മൾ ഓരോ സ്ത്രീയുടെയും ഉള്ളിൽ വിരലൊന്നില്ലെങ്കിലും വീരനല്ലെങ്കിലും എന്തെല്ലാം കുറവുകൾ ഉണ്ടായാലും ഓരോ സ്ത്രീയുടെയും ഉള്ളിൽ അവളുടെ ഭർത്താവ് നാരായണ സമനാണ്. ആണോ അല്ലേ? അതുകൊണ്ടാണ് എൻ്റെ ചേട്ടനെ കണ്ടില്ലല്ലേ എന്ന് പറഞ്ഞ് നമ്മുടെ ശാന്തിപത്നി പരതിയത്. അങ്ങേരങ്ങകത്തായിരിക്കും അല്ലേ എന്ന് ചിന്തിച്ചത്. പറഞ്ഞാൽ ഓരോ സ്ത്രീയുടെയും ഉള്ളില് അവരുടെ ഭർത്താവ് ആര് തന്നെ? മഹാവിഷ്ണു തന്നെ. ഓരോ സ്ഥലത്ത് ഇനി എത്ര ചടങ്ങ് നടന്നാലും എൻ്റെ ചേട്ടൻ അവിടെ എന്ത് സ്ഥാനമാണ് ഉള്ളതെന്നാണ്. ഭർത്താവിന് സ്ഥാനമില്ലാത്ത സ്ഥലത്ത് നിന്ന് ഭർത്താവിനെ നിർബന്ധിച്ച് വിളിച്ചുകൊണ്ട് പോകുന്നത് കൂട്ടുകാരാണോ? ആണോ? അല്ല, ഭാര്യയാണ്. അത് നിങ്ങളെ വീട്ടിലായാലും എൻ്റെ വീട്ടിലായാലും നമുക്ക് പോവാം. നിങ്ങൾക്ക് സ്ഥാനമില്ലാത്തടത്ത് ഞാൻ നിൽക്കില്ല. നിങ്ങളെ കുറ്റം പറയുന്ന ആളിനെ എനിക്ക് കണ്ടുകൂടാ. നേരെ വിപരീതമുള്ളവരും ഉണ്ട് കേട്ടോ. എനിക്ക് ചിലരൊക്കെ ആ ഭർത്താവ് നാട്ടില് വരയ്ക്കും, നാട്ടുകാരെല്ലാം നിൽക്കും. വീട്ടില് ചേച്ചി വരയ്ക്കും, ഭർത്താവ് നിൽക്കും, ചേട്ടൻ നിൽക്കും. അവരോട് എനിക്ക് ചോദിക്കാനുള്ളത്, നാട്ടിലായാലും വീട്ടിലായാലും നിങ്ങൾ വരയ്ക്കുന്ന വലയിൽ അദ്ദേഹം കയറി നിൽക്കാൻ ആഗ്രഹിക്കുമ്പോൾ നിങ്ങൾ അറിയാതെ അദ്ദേഹത്തിനെ അടിമത്വത്തിന്റെ ഒരു പ്രതീകമായി കാണുകയാണ്. ആണോ അല്ലയോ? ഉണ്ടല്ലേ? ആണോ അല്ലേ? ചിലരൊക്കെ ചിലതിനോട് വാശി പിടിക്കൂലേ അല്ലേ? നിങ്ങൾ അങ്ങോട്ടൊന്നും പോണ്ട. അമ്മയായാലും കൂടപ്പുറപ്പായാലും കൂട്ടുകാരായാലും ഇനിയെങ്കിലും ഞാൻ പറയുന്ന കേട്ട് ജീവിക്കും മനുഷ്യനെ. ഇന്നലകളിൽ നിങ്ങൾ അങ്ങനെയൊന്നും അല്ലല്ലോ ജീവിച്ചത്, അതിനെന്ത് കിട്ടി എന്നൊക്കെ ചില സുന്ദരിക്കോതമാരായ ഭാര്യമാർ വർക്കലയിലെ കരുനിലക്കോടൊഴികെയുള്ള സ്ഥലങ്ങളിൽ ചോദിക്കും. ശരിയാണോ അല്ലയോ? നമ്മൾ അങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ ഒരു മനുഷ്യന്റെ സ്വാതന്ത്ര്യം നമ്മൾ തമസ്കരിക്കുകയാണ്. അവിടെ അദ്ദേഹം ചിലപ്പോൾ നിങ്ങളെയൊക്കെ അനുസരിക്കുന്നുണ്ടെങ്കിലും നിങ്ങൾ വാക്കുകളുടെ അടിമത്വത്തിലാണ് അദ്ദേഹത്തിനെ ആക്കുന്നത്. എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത്, സ്വതന്ത്ര ചിന്താഗതിയോടെ ശിരസ്സുയർത്തി അഭിമാനത്തോടെ നിങ്ങളുടെ മുന്നിൽ പോലും ഒരു രാജാവിനെ പോലെ സ്നേഹത്തോടെ ശിരസ്സുയർത്തി പിടിച്ചു നിൽക്കുന്ന ആളിന്റെ ഭാര്യയാവണോ? തലകുനിഞ്ഞ് അനുസരണാശീലത്തോടെ നിൽക്കുന്ന ഒരു അടിമയുടെ ഭാര്യയാവണോ? ചിലരൊക്കെ ചേട്ടനെ വരച്ച വരയ്ക്ക് നിർത്താൻ വേണ്ടി ശ്രമിക്കുമ്പോ അല്ലേ, അങ്ങനെ ഞാൻ വിചാരിച്ചതുപോലെ ആയിരുന്നില്ല, അതുകൊണ്ട് ഡിവോഴ്സ് ചെയ്യും എന്നൊക്കെ പറയുമ്പോ, നിങ്ങൾ വിചാരിച്ചതുപോലെ ജീവിക്കാൻ വേണ്ടി നിങ്ങൾ ആഗ്രഹിക്കപ്പെടുന്ന ഒരു അടിമയെ പോലെ ആവുന്ന ആളിന്റെ ഭാര്യയാവണോ? അതോ ആത്മവിശ്വാസത്തോടെ ധാർമ്മികതയോടെ ശിരസ് ഉയർത്തി പിടിച്ചു നിൽക്കുന്ന ഒരു രാജാവിന്റെ ഭാര്യയാവണോ? ഉണ്ട്. ഇതൊരു വലിയ ചോദ്യമല്ലേ അല്ലേ? എല്ലാറ്റിനെയും വരച്ച വരയ്ക്ക് നിർത്താൻ ശ്രമിക്കുമ്പോൾ നമ്മൾ ചില ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞാൽ മതിയാവും. അതുകൊണ്ട് ആ പുരുഷന്മാരെ രാജാക്കന്മാരെ പോലെ ആക്കുക. അദ്ദേഹം രാജാവായാലേ നിങ്ങൾക്ക് ആരാവാൻ പറ്റൂ? ഇവിടെ ഉള്ളൊരു മിണ്ടൂല്ല. അദ്ദേഹം രാജാവിനെ പോലെ ആയാലേ നിങ്ങൾക്ക് ആരാവാൻ പറ്റൂ? രാജ്ഞിയാവാൻ പറ്റും ഇല്ലേ? മക്കളെ രാജാവിനെ പോലെ ശിരസ് ഉയർത്തിപ്പിടിച്ച് നിർത്താൻ ശീലിപ്പിച്ചാലേ നിങ്ങൾക്ക് ആ യുവരാജാവിന്റെ അമ്മയാവാൻ പറ്റും അല്ലേ? അതുപോലെ ആത്മവിശ്വാസത്തോടെ ശിരസ് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള പ്രചോദനമാണ് ഓരോ ഭർത്താവിനും ഓരോ മകനും മകൾക്കും ഇവിടെ ഉള്ളവർ കൊടുക്കേണ്ടത്. അതുകൊണ്ട് നാക്കിന് നീളം കൂടിയതുകൊണ്ട് ഒരു വ്യക്തിയെയും വ്യക്തിത്വത്തെയും അടിച്ചമർത്താതിരിക്കാൻ ശ്രമിക്കുക. സ്നേഹം കൊണ്ട് കീഴ്പ്പെടുത്തുക. അങ്ങനെ ചേർത്ത് പിടിക്കാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും കഴിയുമാറാകട്ടെ എന്ന് ഓർമ്മിപ്പിക്കുന്നു. ഓരോരുത്തരും ആഗ്രഹിക്കുന്ന, ഓരോ കുടുംബത്തിലും ആഗ്രഹിക്കുന്നത് തന്നെ. ഭാര്യയ്ക്കും വേണം അവളുടേതായ സ്വാതന്ത്ര്യം വേണമെന്ന് ഓരോ ഭാര്യയും ആഗ്രഹിക്കില്ലേ? ഓരോ മകളും ആഗ്രഹിക്കില്ലേ? ഇന്ന് പള്ളിക്കൂടത്തിൽ പോയില്ലെങ്കിൽ 10 മണി വരെ കിടന്നുറങ്ങണമെന്ന് ഓരോ മകളും ആഗ്രഹിക്കില്ലേ? ആണോ? ആഗ്രഹിക്കില്ലേ?
ആണ്ടത് അല്ലേ? ശരി ശരി. ഒരാൾ മാത്രമല്ല അല്ലേ? പള്ളക്കൂടത്തിൽ പോയില്ലെങ്കിൽ 10 മണി വരെ ഉറങ്ങും എന്നുള്ളത് എന്റെ സ്വാതന്ത്ര്യമാണ് എന്ന് ചിന്തിക്കുന്ന മക്കളില്ലേ? ഉണ്ടോ? അപ്പോ അവിടെ നമ്മൾ അവരുടെ ഉത്തരവാദിത്വ ബോധത്തെ വർദ്ധിപ്പിക്കുക. എന്തായാലും ആ സ്വാതന്ത്ര്യത്തോടെ ജീവിക്കാൻ, സ്നേഹത്തോടെ ചേർത്ത് പിടിക്കാൻ, ഉത്തരവാദിത്തങ്ങളെ ശരിയായി ഓർമ്മിപ്പിക്കുവാൻ നിങ്ങൾക്ക് കഴിയുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആ ഭാഗം ആരാധനായ ചക്കുവരയ്ക്കൽ ഹരികുമാർ അവർ പാരായണം ചെയ്യുന്നു. മഹാവിഷ്ണു ഭഗവാനെ വരും.